കൊമേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ഈ വർഷം കേരള PSC ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെന്റ്. ഈ രണ്ട് പോസ്റ്റുകളുടെയും റാങ്ക് ലിസ്റ്റ് ഈ വർഷം അവസാനിക്കാൻ പോവാണ്. സോ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ്, ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മുടെ സ്ഥാപനം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈ രണ്ട് പോസ്റ്റുകളിലോട്ടും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു എക്സാമാണ് കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്. പല സബ്ജക്റ്റുകളിലായിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള PSC ഈ വർഷം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. സോ അതിൽ നമ്മുടെ സ്ഥാപനം കൊമേഴ്സ് മാനേജ്മെന്റ് ഈ രണ്ട് വിഷയങ്ങൾക്കാണ് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലെ കൊമേഴ്സിന്റെ ലിസ്റ്റിന്റെ കാലാവധി സ്റ്റാർട്ട് ചെയ്തത് 19/9/2023 സോ അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 18/9/2026 സോ നമുക്കറിയാം, ഒരു ലിസ്റ്റ് അവസാനിക്കുമ്പോൾ തന്നെ അതിന്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ച് അതിന്റെ എക്സാമിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ PSC കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്ന ലിസ്റ്റാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാനേജ്മെന്റ് ലിസ്റ്റിന്റെ കാലാവധി സ്റ്റാർട്ട് ചെയ്തത് 26/6/2023 അവസാനിക്കുന്നത് 25/6/2026. സോ രണ്ട് പോസ്റ്റിന്റെയും ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് അതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ലഭിക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാന യോഗ്യത നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, PG പ്ലസ് നെറ്റ് ആണ്. അപ്പോൾ കൊമേഴ്സുകാർക്കാണെങ്കിൽ MCOM പ്ലസ് നെറ്റ് വേണം. ദെൻ മാനേജ്മെന്റിലാണെങ്കിൽ MBA പ്ലസ് നെറ്റ് വേണം. സോ നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ നെറ്റ് നിർബന്ധമായും നല്ല രീതിയിൽ പഠിച്ച് ക്വാളിഫൈ ആവാം. ഇപ്പോൾ ജസ്റ്റ് MCOM ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ള വലിയൊരു സുവർണാവസരം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ വരാൻ പോകുന്ന ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്ത് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് നമ്പർ 1, അതുപോലെ തന്നെ സാലറി പാക്കേജ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി സ്കെയിൽ ഇതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്നത് 57,700 to 1,10,000 വരെയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ഈ വർഷം 8th പേ കമ്മീഷൻ റിവിഷൻ ആണ് വരാൻ പോകുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏകദേശം സ്റ്റാർട്ടിങ് 65 to 1,10,000 എന്നുള്ളത് 1,40,000 വരെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വലിയൊരു സാലറി സ്കെയിലാണ്. ജോബ് ആണെങ്കിലും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രത്തോളം നല്ല രീതിയിലൊരു എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുമെങ്കിൽ, ഈ ഒരു പോസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അർത്ഥവത്താകും. നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയുന്നതാണ്. ഒരൊറ്റ രൂപ പോലും കൈക്കൂലി കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഒരു ജോലിയിലോട്ട് കയറാൻ സാധിക്കും. നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിലൊക്കെയാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കേണ്ടതെങ്കിൽ അവിടെ 70 ലക്ഷം 80 ലക്ഷമൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇതൊന്നും കൊടുക്കാതെ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു പോസ്റ്റിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്സുകാർക്ക് ശരിക്കും പറഞ്ഞാൽ 2 സുവർണാവസരങ്ങളാണ്. ആദ്യത്തെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻ. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അതോറിറ്റി ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. വേറൊരു തലത്തില്
പഠിപ്പിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ മാത്രം വരേണ്ട ഒരു പോസ്റ്റാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് നമുക്ക് MCQ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു അപ്രോച്ചാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിനാണെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസർ, കൊമേഴ്സ് മാനേജ്മെൻറ്റ്, ഈ പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഇതിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.